ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ എൻട്രി ലഭിക്കും, എന്തിലൂടെ എൻട്രി ലഭിക്കും? ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ലഭിക്കാൻ ഡിപ്ലോമ ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെ ചെയ്യണം എന്നത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് നിരവധി പ്രോഗ്രാമുകളും വ്യത്യസ്തമായ ജോലി സാധ്യതകളുമാണ് നമുക്കുള്ളത്. പെട്രോകെമിക്കൽ പ്ലാന്റ്സ്, റിഫൈനറീസ്, ഗ്യാസ് പ്ലാന്റ്, ഓഫ്ഷോറിംഗ്, ഓൺഷോറിംഗ്, ഓയിൽ പ്ലാറ്റ്ഫോംസ്, ഷിപ്പ് ബിൽഡിംഗ്, ബോയിലർ കൺസ്ട്രക്ഷൻ, ടാങ്ക് കൺസ്ട്രക്ഷൻ, പൈപ്പ്ലൈൻ പ്രോജക്ട്സ്, മെക്കാനിക്കൽ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ ആസ് എ ഫ്രഷർ ഒരു എഞ്ചിനീയർ ലെവലിലോ സൂപ്പർവൈസർ ലെവലിലോ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. QC സൂപ്പർവൈസർ, QC എഞ്ചിനീയർ, പ്ലാനിംഗ് സൂപ്പർവൈസർ, പ്ലാനിംഗ് എഞ്ചിനീയർ, മെക്കാനിക്കൽ സൂപ്പർവൈസർ, മെക്കാനിക്കൽ എഞ്ചിനീയർ തുടങ്ങിയ ഡെസിഗ്നേഷനുകളിലായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഡ്രോയിങ്സ്, കോഡ്സ്, സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയവ അക്കാഡമിക്കൽ ലെവലിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല. NDT തിയറിയായി പഠിച്ചാലും പ്രാക്ടിക്കൽ നോളജ്, ഇൻഡസ്ട്രിയൽ ലെവൽ റിപ്പോർട്ട്സ്, വെൽഡിംഗ് സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയവ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും നമുക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ NDT ലെവൽ 2 മെക്കാനിക്കൽ QAQC പോലെയുള്ള പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രി. ഇതിനുശേഷം ഒരു 1 ഇയർ എങ്കിലും മിനിമം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് C-SWIP 3.1, അതിനുശേഷം ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ C-SWIP 3.2 സർട്ടിഫൈഡ് വെൽഡിംഗ് ഇൻസ്പെക്ടർ. ഇത് നമ്മൾ എടുക്കുന്നതിലൂടെ നമ്മളുടെ കരിയറിൽ എക്സ്പീരിയൻസ് മാത്രമല്ല ഒരു ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ കൂടി വരികയാണ്. ഇതിലൂടെ നമുക്ക് സാലറി ഇൻക്രിമെന്റ്, പ്രൊമോഷൻസ് എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമ്മളിൽ ചിലരെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നവരായേക്കാം. നമ്മൾ വെനസ്ഡേ ന്യൂസ് പേപ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വേക്കൻസീസ് എത്രത്തോളം ആണെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് API എക്സാംസ് എഴുതാൻ പറ്റും. അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് API പൈപ്പ്ലൈൻ ഇൻസ്പെക്ടർ, പൈപ്പിംഗ് ഇൻസ്പെക്ടർ, പ്രഷർ വെസൽ ഇൻസ്പെക്ടർ അങ്ങനെയുള്ള API പ്രോഗ്രാംസും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി അനുസരിച്ച് B-ഗ്യാസ്, നെയിൽസ് പോലെയുള്ള ഓപ്പർച്യൂണിറ്റീസും നിരവധിയാണ്. അപ്പോൾ ബിടെക് ഡിപ്ലോമ പഠിച്ചിറങ്ങുന്ന ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് NDT ലെവൽ 2 അല്ലെങ്കിൽ മെക്കാനിക്കൽ QAQC ആണ് കൂടുതലായും പ്രിഫർ ചെയ്യാൻ പറ്റുക. ഇതാണ് നിങ്ങളുടെ കറക്റ്റ് വേ ഓഫ് കരിയർ ഗ്രോത്ത്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നതും വളരെ മെച്ചപ്പെട്ട രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും ഇതിലൂടെയായിരിക്കും. ഈ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വ്യക്തമായിട്ടുള്ള റിപ്ലൈ നമ്മളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ +2 ഡിഗ്രി കഴിഞ്ഞവരുടെ കരിയർ എങ്ങനെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി പ്രൊഫഷണൽ ആക്കി മാറ്റാം എന്നായിരിക്കും നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.